ഒരു കൊലപാതകവും ഒരു സംശയവും. പക്ഷേ സത്യം ഇതിലും ഭയാനകം. രമേശൻ മാത്രമല്ല, പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട്. ആരാണ്? നിഷാമായിരിക്കുമോ? അത് യഥാർത്ഥ പേരാണോ? കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ ഓഡിയോ 43-ാം ഭാഗം മുഴുവനും കേൾക്കണേ. കൊലപാതകത്തിനു പിന്നിൽ വേറെ ആരുടെയെങ്കിലും കരങ്ങളുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ രമേശൻ്റെ പിന്നാലെ നമ്മൾ നടക്കുന്ന നേരം കൊണ്ട് അയാൾ രക്ഷപ്പെടില്ലേ? ഹമീദ് സാറിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വേറെയും ശത്രുക്കൾ ഉണ്ടാകാവുന്നതാണ്. ഇനി മറ്റാരെങ്കിലും ആയിരിക്കുമോ അത് ചെയ്തിട്ടുണ്ടാവുക? ഇത്ര നാളും സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ രമേശൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഫോൺ സംസാരം മനസ്സിരുത്തി ശ്രദ്ധിച്ചു കേട്ടപ്പോൾ വേറെ ഒരു സംശയം. നിഷാം പറയുന്ന ഓപ്പറേഷൻ ഹമീദ് സാറിനെ കൊല്ലാൻ ഉള്ളതാണെങ്കിലോ? അതിന് വേണ്ട സഹായമായി ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നിട്ടതിൻ്റെ പ്രതിഫലമായിരിക്കുമോ പ്രഭാകരന് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അങ്ങനെ പ്രതിഫലം കൊടുക്കാൻ എന്ന വ്യാജേന വിളിച്ചു വരുത്തി പ്രഭാകരനെ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നതായിരിക്കാനുള്ള സാധ്യതയില്ലേ? തെളിവ് നശിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണല്ലോ അത്. പ്രഭാകരൻ ജീവിച്ചിരുന്നാൽ നിഷാം എന്ന് പറയുന്നയാൾ ഹമീദ് സാറിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദിയാണെന്ന് തെളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൊലപാതകിയുടെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള എളുപ്പ വഴി അയാളെ ഇല്ലായ്മ ചെയ്യുകയാണ്. അങ്ങനെ ക്രിമിനലുകൾ ചെയ്യാറുള്ളതാണല്ലോ. ഇനി ആരാണ് ഈ നിഷാം എന്ന് കണ്ടുപിടിക്കണം. അത് യഥാർത്ഥ പേരാണോ എന്നതും സംശയിക്കേണ്ട കാര്യമാണ്. സൈബർ വിങ്ങിൽ വിളിച്ച് ആ ഫോണിലെ സിം ആരുടേതാണെന്ന് അറിയണം. ഒന്നുകിൽ പേര് മാറ്റി പറഞ്ഞ് ഐഡൻറ്റിറ്റി കാർഡുകൾ കൊടുത്തതിന് ശേഷം സിം എടുത്തതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് സിം എടുത്തതാകാം. പിന്നെ ഒരു സാധ്യത കൂടിയുള്ളത് ആരുടെയെങ്കിലും ഫോൺ അടിച്ചു മാറ്റി അതുപയോഗിച്ച് വിളിച്ചതും ആകാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കുറ്റകൃത്യം നടത്തിയത് വിളിച്ചയാൾ തന്നെയാണോ എന്ന് പറയാൻ പറ്റില്ല. അയാൾ തന്നെ ആണെങ്കിൽ പോലും അത് നിഷാമായിരിക്കണം എന്ന് ഒരു തീർച്ചയുമില്ല. അയാൾ പറഞ്ഞ ഓപ്പറേഷൻ ഹമീദ് സാറുമായി നേരിട്ട് ബന്ധപ്പെട്ടതാകണമെന്നും ഇല്ല. കാര്യങ്ങൾ കൂടുതൽ കൂടിക്കുഴയുന്നതായി തോന്നിയാലും ജീവന് ഒരു ഭാവവ്യത്യാസവുമില്ല. ജീവൻ അപ്പോൾ തന്നെ തൻ്റെ ഫോണിലെ റൈറ്റിംഗ് പാഡിൽ നിഷാമിൻ്റെ പേരും കൂടി എഴുതി, ബ്രാക്കറ്റിൽ സംശയം എന്നും എഴുതി വച്ചു. ആ ഫോൺ കയ്യിലുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടുപിടിക്കാൻ വേണ്ട അന്വേഷണം സൈബർ വിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തണം. അതിനു മുൻപ് തന്നെ പൊട്ടിയ ആ ഫോൺ നല്ല നിലയിലാക്കാൻ രവിയുടെ സഹായം തന്നെ തേടാനാണല്ലോ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ രവിയെ വിളിച്ച് ആ കാര്യം മാത്രം പറഞ്ഞു. സംശയിക്കുന്ന കാര്യത്തെപ്പറ്റി ഒന്നും വെളിപ്പെടുത്തിയില്ല. അല്ലെങ്കിലും അത് അങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ജീവൻ്റെ റൈറ്റിംഗ് പാഡിൽ 2 പേരുടെ പേരാണ് പ്രധാനമായിട്ടും ഉള്ളത്. രമേശൻ്റെ പേരിനോട് ചേർന്ന് തന്നെ സുനിലിൻ്റെ പേരും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് കാരണം അയാളും സംശയത്തിന് അതീതനല്ലല്ലോ. ഏത് തരം ഊരാക്കുടുക്കാണെങ്കിൽ പോലും അത് അഴിച്ചെടുക്കാൻ കഴിയും. കൂടുതൽ സമയവും ക്ഷമയും വേണമെന്ന് മാത്രം. ഈ കേസിൽ സമയമാണ് കുറവ്. അതും ഹമീദ് സാർ കൊല്ലപ്പെട്ടതിന് ശേഷം. കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
ക്ഷമയോടെ ഓരോ കുരുക്കുകളും അഴിച്ചു കൊണ്ടുവരണം. ആത്മാർത്ഥമായ പരിശ്രമവും തന്ത്രപരമായ നീക്കങ്ങളും ഉണ്ടെങ്കിൽ കുറ്റവാളി ഒരുക്കുന്ന കുരുക്കുകൾ അഴിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ഉറപ്പിക്കുകയായിരുന്നു ജീവൻ ചെയ്തത്. മഹേന്ദ്രനും രഞ്ജിത്തും വരുന്നത് കാത്ത് അധിക നേരം ഇരിക്കേണ്ടി വന്നില്ല. ഓരോരോ പ്രശ്നങ്ങളിൽപ്പെട്ട് തിരക്കിട്ട് നീങ്ങിയതുകൊണ്ട് മര്യാദയ്ക്ക് ചായ കുടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ജീവൻ റൈറ്റിംഗ് പാഡും എടുത്തു വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്തൊരു കടയിൽ കയറി ജോസ് മാത്യു ചായയും പലഹാരങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. അത് മുന്നിൽ കണ്ടപ്പോഴാണ് തനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം തന്നെ ജീവൻ ഓർത്തത്. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. വിശപ്പും ദാഹവും ഒന്നും അത്രയൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. അവർ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേന്ദ്രനും രഞ്ജിത്തും വന്നെത്തി. അവർ പോയ കാര്യത്തെക്കുറിച്ച് ചുരുക്കിയ ഒരു വിവരണം ജീവനും ജോസ് മാത്യുവിനും കൊടുത്തു. താനും ജോസ് മാത്യുവും കൂടി പോയിട്ട് കിട്ടിയ വിവരങ്ങളെല്ലാം ജീവനും ചുരുക്കി അവരോടും പറഞ്ഞു. ഇനിയുള്ള നീക്കമായി നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അവരോട് പറഞ്ഞതിൽ പെടും. ആദ്യം തോന്നിയ സംശയത്തിൻ്റെ പിന്നാലെ തന്നെ നമുക്ക് പോകാം. അതായത് രമേശനെ പോയി കാണാം. അതിനായി നമുക്ക് പുറപ്പെടാം. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ബാക്കിയുള്ളവരും ചിന്തിച്ചത്. ആദ്യം പിന്നാലെ പോകേണ്ടത് രമേശൻ്റെ തന്നെയാണ് എന്നായിരുന്നു അവരുടെയും കണക്കുകൂട്ടൽ. അവനാണല്ലോ ചാത്തൻ പറമ്പിൽ നിന്നും രക്ഷപ്പെട്ടവനായി ഇവർ സംശയിക്കുന്ന ആൾ. അത് അവൻ തന്നെ ആയിരിക്കുമോ? അവർ നഗരത്തിലെത്തി സുനിൽ ജോലി ചെയ്യുന്ന കമ്പനി കണ്ടുപിടിക്കാൻ 2 മണിക്കൂർ വേണ്ടി വന്നു. അത്രയൊന്നും പ്രസിദ്ധമല്ലാത്തതാണ് ആ കമ്പനി എന്ന കാര്യം അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് ബോധ്യം വന്നത്. അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ അറിയിച്ചാൽ കുറച്ച് സമയം ലാഭിക്കാമായിരുന്നു. അപ്പോൾ പിന്നെ അവർക്കും ചെറിയ സൂചന കൊടുക്കേണ്ടി വരും. എന്തുമാത്രം ഭദ്രമായി രഹസ്യം സൂക്ഷിക്കുന്നോ അത്രയും നല്ലതാണെന്നാണ് നാളിതുവരെയായി ജീവന് ഉള്ള അനുഭവം. അതുകൊണ്ട് അയാൾ പരമാവധി രഹസ്യം സൂക്ഷിക്കും. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത കാര്യങ്ങൾ മാത്രം പറയും. കമ്പനിയിലേക്ക് കയറി ചെല്ലുന്ന വാതിലിനടുത്ത് തന്നെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന സുന്ദരിയായ യുവതിയാണ് അവരെ സ്വാഗതം ചെയ്തത്. മുടി തോളറ്റം മുറിച്ചിട്ട് പരമാവധി മേക്കപ്പ് ചെയ്ത ഒരു സുന്ദരി കുട്ടി. കൊള്ളാമല്ലോ, ആരും ഒന്നുകൂടി നോക്കും. സിവിൽ ഡ്രസ്സിൽ ചെല്ലുന്ന ജീവൻ ജോസിനെ നോക്കി സുന്ദരമായി ചിരിച്ചുകൊണ്ട് അവർ ആഗമന ഉദ്ദേശം തിരക്കി. രമേശൻ്റെ മുഴുവൻ പേര് അറിയില്ലെങ്കിലും സുനിലിൻ്റെ പേര് മുഴുവൻ അറിയാമല്ലോ. അതുകൊണ്ട് അതാണ് ആദ്യം പറഞ്ഞത്. സുനിൽ സുധാകരൻ എന്നൊരു ആൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനെ ഒന്ന് കാണണമായിരുന്നു. അത്യാവശ്യമാണ്. ഡ്യൂട്ടി ടൈമിൽ പുറമേ നിന്നുള്ള ആർക്കും ഉദ്യോഗസ്ഥരെ കാണാൻ അനുവാദമില്ല. അതുകൊണ്ട് 1 മണിക്കൂർ കൂടി കാത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിഭവം തോന്നരുത്. അത് പുറമേ നിന്നുള്ള ആളുടെ കാര്യത്തിലല്ലേ? ഞങ്ങൾ പുറമേ നിന്നുള്ള ആളുകളല്ല. പിന്നെ അപ്പോഴേക്കും ജീവൻ തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അവരുടെ മുൻപിലേക്ക് നീട്ടി. അത് കണ്ടതോടെ അവർ ഇൻ്റർകോമിൽ വിളിച്ച് ആരോടോ വിവരം പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ സുനിൽ വരും. നിങ്ങൾക്ക് ആ മുറിയിലേക്കിരിക്കാം. അവർ 4 പേരും തങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കപ്പെട്ട മുറിയിലേക്ക് കയറി. ആദ്യം മുറിക്കകം വിശദമായി ഒന്ന് നോക്കി. പറയുന്നതും ചോദിക്കുന്നതും വേറെ ആരും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. CCTVയോ
മറ്റ് എന്തെങ്കിലും സജ്ജീകരണങ്ങളോ ഉള്ള മുറിയാണോ എന്നറിയണം. അങ്ങനെ ഒന്നുമുള്ളതായി തോന്നുന്നില്ല. അല്ലെങ്കിലും അന്വേഷിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. പോലീസുകാർ അന്വേഷിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്താണ് കാര്യം എന്ന് സുനിലിന് പിടികിട്ടിയിരുന്നില്ല. എന്താണെങ്കിലും കാര്യം നേരിട്ടറിയാമല്ലോ. നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുനിൽ അതിഥികൾക്കുള്ള മുറിയിലേക്ക് വന്നത്. അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജീവൻ പറഞ്ഞു, ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണേണ്ടിയിരുന്നത് രമേശനെ ആയിരുന്നു. രമേശൻ്റെ പേര് മുഴുവനും അറിയില്ലാത്തതുകൊണ്ടാണ് സുനിലിൻ്റെ പേര് പറഞ്ഞത്. രമേശൻ ഈ ആഴ്ച ആദ്യം ബാംഗ്ലൂരിലുള്ള ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫറായി പോയല്ലോ സാർ. പെട്ടെന്ന് വന്ന ട്രാൻസ്ഫറാണോ അതോ രമേശൻ ചോദിച്ചു വാങ്ങിയതാണോ? രമേശന് പ്രൊമോഷൻ ആയതാണ് സാർ. പ്രൊമോഷൻ ട്രാൻസ്ഫറോടുകൂടിയാകും സാധാരണഗതിയിൽ വരിക. രമേശന് പ്രൊമോഷനാകുമെന്ന വിവരം നേരത്തെ അറിയാമായിരുന്നോ? ഇല്ല സാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് നേരത്തെ പറയാറില്ല. പ്രൊമോഷൻ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്കും അവനും ഒരുമിച്ച് പ്രൊമോഷൻ ഉണ്ടാകും എന്നാണ് കരുതിയത്. പക്ഷേ അവന് മാത്രമേ ഇപ്പോൾ പ്രൊമോഷൻ വന്നുള്ളൂ. സുനിൽ സംസാരിക്കുന്ന ഓരോ വാക്കും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ ഭാവഭേദങ്ങളും മുഖത്തെ പേശീചലനങ്ങളും സശ്രദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്തിൻ്റെ നിഗമനം എന്തെന്നറിയാൻ ജീവൻ അങ്ങോട്ട് നോക്കി. രഞ്ജിത്തിൻ്റെ ഭാവത്തിൽ നിന്നും സുനിൽ പറയുന്നത് സത്യമാണെന്നാണ് വിലയിരുത്തൽ എന്ന് മനസ്സിലായി. രമേശൻ മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങി പോയതായിരിക്കുമോ? അതോ പ്രൊമോഷനാകുമെന്ന വിവരം അറിഞ്ഞു തന്നെ കൊലപാതകം നടത്തിയിട്ട് ബാംഗ്ലൂരിലേക്ക് മുങ്ങിയതായിരിക്കുമോ? ഇനി രമേശനല്ല കൊലയാളിയെന്ന് വരുമോ? കൊലയാളിക്ക് സഹായം ചെയ്തു കൊടുത്തതേ ഉള്ളോ? അതും സംശയം മാത്രമാണോ? ഇനി എന്തായിരിക്കും അവരുടെ അടുത്ത നീക്കം? സത്യം എന്തായിരിക്കും? നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിഷാം തന്നെയാണോ കൊലയാളി? നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയൂ. ഇനി വരുന്ന ഭാഗങ്ങളും നഷ്ടമാക്കരുത് കേട്ടോ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.